ആർത്തിരമ്പുന്ന കടലിന്റെ നടുവിലൂടെ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുകയാണ്. കാറ്റും കോളും ആഞ്ഞു വീശുന്നു. അവരുടെ ഉള്ളിൽ ഭയവും അസ്വസ്ഥതയും നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങ് ദൂരെ അവർ ശ്രദ്ധിക്കുമ്പോൾ ആരോ ഒരാൾ കടലിന്റെ നടുവിലൂടെ നടന്നു വരുന്നു. അത് തങ്ങളുടെ നാഥനാണ് എന്ന് തിരിച്ചറിയാൻ ശിഷ്യന്മാർ വൈകിപ്പോയി. അവൻ അടുത്തു വന്നപ്പോൾ കടലിന്റെ മുകളിലൂടെ നടക്കുന്ന തങ്ങളുടെ ഗുരുവിനെ താൻ കണ്ടു. പത്രോസ്ലിഹായുടെ ഉള്ളിൽ അതിശയമായി. തനിക്കും നടന്നു നീങ്ങണം കടലിന് മുകളിലൂടെ എന്ന് താൻ കരുതി. തന്റെ ഗുരുവിനോടത് ആവശ്യപ്പെട്ടു. ഗുരു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ ഇറങ്ങി വരിക. പടകിലായിരുന്ന പത്രോസ് യേശുവിന്റെ വിളി കേട്ട് ഇതാ കടലിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. പെട്ടെന്ന് തന്റെ ഉള്ളിൽ ഭയവും അസ്വസ്ഥതയും നിറഞ്ഞു നിന്നു. ഞാൻ ഏതു വഴിയാണ് ഈ നടക്കുന്നത് എന്ന ചിന്തയിൽ തന്റെ ഉള്ളം അസ്വസ്ഥതപ്പെട്ടപ്പോൾ ഇതാ കടലിന്റെ അടിത്തട്ടിലേക്ക് പത്രോസിന്റെ ശരീരം താഴ്ന്നു പോകാൻ തുടങ്ങി. യേശു തമ്പുരാൻ ഉടൻ തന്നെ കടന്നു വന്നു തന്റെ വലതുകരം കടലിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകുന്ന പത്രോസിന്റെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചു. കടൽത്തട്ടിന്റെ അടിയിലേക്ക് കടന്നു പോകുന്ന പത്രോസിനെ പിടിച്ചു കയറ്റി പടകിലേക്ക് നയിച്ചു. തമ്പുരാനെ, ഇന്നങ്ങേ ആരാധിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും വേദനകളുമാകുന്ന കടലിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ട് പോയ ഞങ്ങളെ അങ്ങയുടെ വലം കരം നീട്ടി പിടിച്ചെഴുന്നേൽപ്പിച്ച നിമിഷങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അപ്പാ, അങ്ങ് ഞങ്ങളുടെ നേരെ നീട്ടിയ ആ കരത്തിൽ മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് വീണ്ടും സഹായിക്കണമേ. ഈ ലോകമാകുന്ന കടലിന്റെ മുകളിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുമ്പോൾ അതിന്റെ മോഹങ്ങളിൽപ്പെട്ട് അതേ കടലിന്റെ അടിത്തട്ടിലേക്ക് ഞങ്ങൾ താഴ്ന്നു പോകുമ്പോൾ നിത്യതയുടെ പരിശുദ്ധിയിലേക്ക് അങ്ങ് ഞങ്ങളെ വലങ്കൈ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. ഈ സ്വർഗീയമായ ആരാധനയിലൂടെ ഞങ്ങളെ വഴി നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്ന അവിടുത്തെ കൃപകളെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ തമ്പുരാനെ, ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ ഉള്ളത്തെ സ്വർഗീയമായ ആനന്ദത്തിലേക്ക് കൈപിടിച്ചുയർത്തണമേ.
പ്രതികൂലമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടലാ തീരച്ചാലെതിരാ, പിൻപിൽ വൻവൈരി പിൻഗമിച്ചാ. മുൻപിൽ ചെങ്കടലാ തീരച്ചാലെതിരാ, പിൻപിൽ വൻവൈരി പിൻഗമിച്ചാ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയാ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയാ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എരിയും തീച്ചുളയെതിരായിരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. എരിയും തീച്ചുളയെതിരായിരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. വഴി നടത്തുന്ന ദൈവമേ, പരിപാലിക്കുന്ന തമ്പുരാനെ, സർവസ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ മനസ്സിനെ നീ ഒരുക്കണമേ. അപ്പാ, അങ്ങേ ആരാധിക്കുന്ന സ്വർഗീയമായ നിമിഷം എൻ്റെ ഉള്ളത്തോട് അങ്ങേ ആരാധിക്കുവാൻ എൻ്റെ നാവുകൊണ്ട് ഞാൻ പറയുന്നു. എൻ്റെ ഉള്ളം അങ്ങയിൽ നിന്ന് ദൂരെയാണ്. യെശയ്യാ പ്രവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയമോ എന്നിൽ നിന്നും അകന്നിരിക്കുന്നു. നാഥാ, ഞങ്ങൾ അങ്ങയെ അധരം കൊണ്ട് മഹത്വപ്പെടുത്തുമ്പോഴും
ഞങ്ങളുടെ മനസ്സ് അങ്ങയിൽ നിന്ന് അകന്നു പോകുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയായി തന്ന അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ മനസ്സിനോട് ഞങ്ങൾ പറയട്ടെ. ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് പിന്നാലെ പോകുന്ന, പാപത്തിന്റെ പ്രേരണകൾക്ക് പിന്നാലെ യാത്ര ചെയ്യുന്ന, തിന്മയുടെ പ്രലോഭനങ്ങൾക്ക് പിന്നാലെ ചാഞ്ഞു നീങ്ങുന്ന മനസ്സേ, ഇതാ നിന്റെ സൃഷ്ടാവായ ദൈവത്തെ നീ സ്തുതിക്കുക. ഹേ മനമേ, നിന്റെ സൃഷ്ടാവായ ദൈവത്തെ നീ വാഴ്ത്തുക. ബലഹീനതകൾ നിനക്ക് നൽകുന്നത് നൈമിഷിക സുഖമാണ്. പാപം നിനക്ക് നൽകുന്നത് അല്പനേരത്തെ മാത്രം ജഡീക സന്തോഷമാണ്. എന്നാൽ നിന്റെ ഹൃദയം കൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഹേ മനമേ, ഇതാ സ്വർഗം നിന്നിൽ വന്ന് വസിക്കും. ഹേ മനമേ, ഇതാ രാജാതിരാജനായ തമ്പുരാനെ മഹത്വപ്പെടുത്തുക. ഹേ മനസ്സേ, സ്വർഗാതി സ്വർഗം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ദൈവത്തിന്റെ തേജസ്സിനെ നീ ആരാധിക്കുക. എൻ മനമേ, യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, മറക്കരുത്, മറക്കരുത്. സ്തുതിച്ചീ മനമേ, നിത്യവും നിൻ ജീവനാഥനേശുവേ. സ്തുതിച്ചീ മനമേ, നിത്യവും നിൻ ജീവനാഥനേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ലോകത്തിന് നിന്റെ മേൽ അധികാരമുണ്ടായിരുന്നു മനസ്സേ. പിശാചിന് നിന്റെ മേൽ അധികാരമുണ്ടായിരുന്നു, ഹേ മനമേ. എന്നാൽ രക്ഷകനും നാഥനുമായ കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന് കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെയുള്ള തന്റെ ജീവിതയാത്രയിലുടനീളം വേദനകളും നൊമ്പരങ്ങളും സഹിച്ചുകൊണ്ട് കാൽവറിയിൽ താൻ യാഗമായി തീർന്നതിലൂടെ ഇതാ മരണത്തെ താൻ ജയിച്ചിരിക്കുകയാണ്. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? ഇതാ മരണത്തെ വെല്ലുവിളിക്കുവാൻ പൗലോസ് അപ്പോസ്തലനെ പോലെ നിനക്ക് അധികാരം തന്നിരിക്കുന്നു സ്വർഗം. പാപത്തിന്റെ മരണത്തിന് നിന്നെ കൊല്ലാൻ കഴിയില്ല. ലോകത്തിന്റെ മരണത്തിന് നിന്നെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇതാ മരണത്തെ ജയിച്ചെഴുന്നേറ്റ ക്രിസ്തുവിനെ നീ ആരാധിക്കുമ്പോൾ, ആ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ, അതാ മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ ചവിട്ടി മെതിക്കുവാൻ അവൻ നിനക്കും കരുത്ത് നൽകുകയാണ്. ആരാധിക്കാം, ഹൃദയം തുറന്നാരാധിക്കാം. മരണത്തിന്റെ അധികാരിയായ സാത്താനെ യേശുവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് വെല്ലുവിളിക്കാം. സാത്താനെ, ദൂരെ പോവുക, നിനക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ല. മരണത്തെ ജയിച്ചെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു, വസിക്കുന്നു, വസിക്കുന്നു. മരണാധികാരിയായിരുന്ന
സ്വർഗാതിസ്വർഗത്തിൽ രാജാതിരാജനായി ആചാര്യന്മാരിൽ ആചാര്യനായി ഇതാ ബഹുമാന്യനായ മഹാപുരോഹിതനായി താൻ വാഴുന്നു. ഈ ഭൂമിയിൽ പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന നമ്മെ ഇതാ സ്വർഗീയ സന്തോഷത്തിലേക്ക് വീണ്ടെടുക്കുവാൻ, നിത്യതയിലേക്ക് ചേർത്തടുപ്പിക്കുവാൻ ഇതാ മഹോന്നതനായ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഓ സ്വർഗീയ പിതാവേ, ഓ രാജാതിരാജനായ തമ്പുരാനെ, ഈ സ്വർഗീയമായ ആരാധനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ഒന്ന് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു. ഓ ദൈവമേ, അങ്ങേക്ക് ആരാധന ഞങ്ങൾ കരേറ്റുന്നു. ഓ സൃഷ്ടാവേ, അങ്ങേ ഞങ്ങൾ ഹൃദയം കൊണ്ട് ആരാധിക്കുന്നു. ബഹുമാന്യനാം ആചാര്യനായ ദൈവമേ, ഹൃദയത്തിന്റെ അകത്തട്ടിൽ നിന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളിൽ, ഞങ്ങളുടെ രോഗങ്ങളിൽ, ഞങ്ങളുടെ നൊമ്പരങ്ങളിൽ, ഞങ്ങളുടെ തകർച്ചകളിൽ ഞങ്ങളെ കൈവിടാതെ ചേർത്തണയ്ക്കുന്ന ദിവ്യ സ്നേഹമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ, സെറാഫുകൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ക്രോബേ മാലാഖമാർ നിന്നെ ആരാധിക്കുന്നു. മോറാവോസേന്മാർ നിന്നെ സ്തുതിക്കുന്നു. സർവ സ്വർഗീയ ദൂതന്മാരും പരസ്പരം പറന്ന് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഓ പിതാവേ, നിത്യതയിലേക്ക് ഞങ്ങൾ ഉറ്റുനോക്കുമ്പോൾ അങ്ങയുടെ രണ്ടാമത്തെ വരവിന് ശേഷം ഇതാ സ്വർഗീയ ആരാധനയുടെ ആ വൃന്ദത്തിൽ ഞങ്ങളും പങ്കുചേരുന്നത് ഞങ്ങൾ കാണുന്നു. അപ്പാ, എന്തൊരു ഭാഗ്യമാണത്! അപ്പാ, എന്തൊരു കൃപയാണത്! അപ്പാ, എന്തൊരു അനുഭവമാണത്! ഈ ജഡത്തിന്റെ ബന്ധനത്തിൽ കിടന്നുഴലുന്ന ഞങ്ങൾ ഇതാ ജഡത്തിന്റെ ബന്ധനങ്ങളില്ലാതെ, ലോകത്തിന്റെ പ്രലോഭനങ്ങളില്ലാതെ, പാപത്തിന്റെ വാഞ്ചകളില്ലാതെ, സാത്താനോടുള്ള പോരാട്ടങ്ങളില്ലാതെ, സ്വതന്ത്രമായ മനസ്സോടും സ്വതന്ത്രമായ ആത്മാവോടും അങ്ങേ പറന്നാരാധിക്കുന്ന രംഗം ഞങ്ങൾ ഭാവന കാണുന്നു. ഓ സർവ സ്വർഗീയ ദൂതന്മാരുടെ ഗണങ്ങളോടും ഒന്ന് ചേർന്ന് നിൽക്കുമ്പോൾ അപ്പാ, നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ നാവുകൾ പോരാത്ത അനുഭവം ഞങ്ങൾ കാണുന്നു. നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വാക്കുകൾ പോരാത്ത അനുഭവം ഞങ്ങൾ കാണുന്നു. ഓ പാപത്തിന്റെ പടുകുഴിയിൽ പട്ടുപോകേണ്ടിയിരുന്ന ഞങ്ങളെ നിത്യ നരകത്തിന്റെ അവകാശികളായി തകർന്നു പോകേണ്ടിയിരുന്ന ഞങ്ങളെ അങ്ങ് ചേർത്തണയ്ക്കുന്ന സ്നേഹമോർക്കുന്നു. അപ്പാ, സർവ സ്വർഗീയ ദൂതന്മാരോടും ചേർന്ന് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. നാദമേ
ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളത്തിലുള്ള സകല ഭാരവും നീങ്ങിപ്പോകുന്നു. ഞങ്ങൾ ഹൃദയം കൊണ്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഈ ലോകത്തിൽ ഭാരത്തിന്റെ ഭാണ്ഡക്കെട്ടുകളുമായി ജീവിക്കുന്നവരായിരുന്നു ഞങ്ങൾ. ശാപത്തിന്റെ മാറാപ്പുകൾ ചുമന്ന് നടക്കുന്ന ജീവിതങ്ങൾ, രോഗത്തിന്റെ ബന്ധനങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അനുഭവം. അപ്പാ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ ആരാധിക്കുമ്പോൾ എല്ലാ ഭാരങ്ങളും വിട്ടുപോകുന്നു. അങ്ങയെ ആരാധിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. അങ്ങയെ ആരാധിക്കുമ്പോൾ ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു വീഴുന്നു. ഇതാ ഞങ്ങളത് അനുഭവിക്കുന്നു. അപ്പാ, ഞങ്ങൾ ഒന്ന് ചേർന്ന് എല്ലാ ഭാരവും ഒഴിഞ്ഞ മനസ്സോടെ, ആനന്ദത്തോടെ, സന്തോഷത്തോടെ, ജീവനോടെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നീങ്ങിപ്പോയ ഭാരങ്ങൾ
ജീസസ്.